അദ്ദേഹം തന്ന പ്രോത്സാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്കും ഇല്ലാതെ ഞാൻ വീട്ടിലിരുന്ന സമയത്ത് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകും, നമുക്ക് മുന്നോട്ട് ജീവിക്കേണ്ടതെന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. എൻ്റെ പാഷൻ എന്താണെന്ന് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷേ ഞാൻ ആ മേഖല തന്നെ തുടർന്ന് വന്നെങ്കിലും എനിക്കതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ വീണ്ടും പഴയ മാർക്കറ്റിംഗ് ലൈഫിലേക്ക് പോയി. ഒരു ഓൺലൈൻ അപ്പോൾ കൊറോണയൊക്കെ സമയത്ത് അന്ന് എല്ലാം ഓൺലൈൻ ഇൻ്റർവ്യൂകളാണ്. ഒരു കമ്പനിയിൽ പത്തനംതിട്ട എക്സിക്യൂട്ടീവായിട്ട് ഓൺലൈൻ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് കോമഡി സ്റ്റാർ സീസൺ 3 അനൗൺസ് ചെയ്യുന്നത്, അതിലേക്ക് വിളിക്കുന്നത്. അതിൽ ഞാൻ വീണ്ടും അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക് വിളി വന്നല്ലോ, അപ്പോൾ തീർച്ചയായും നിങ്ങൾ അതിൽ കയറുമെന്ന് പറഞ്ഞു. ഞാനതിൽ കയറി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ ഷോയുടെ പിന്നെ ടെലികാസ്റ്റിംഗ് ഡേറ്റ് കുറച്ചപ്പോൾ ഷെഡ്യൂളുകൾ തമ്മിൽ ഭയങ്കര അകലമായി. അപ്പോൾ അവിടുന്ന് കിട്ടുന്ന വരുമാനം നമുക്ക് വീണ്ടും പ്രശ്നമായി. ഞാൻ വീണ്ടും അത് ഫീൽഡ് വിടാം, വീണ്ടും എൻ്റെ പഴയ അറിയാവുന്ന തൊഴിൽ മേഖലയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് അത് പെട്ടെന്ന് ഉള്ളവർ വെച്ച് വീണ്ടും ക്ലബ് ചെയ്ത് ടീം സെറ്റാക്കുകയും അതിൽ പിന്നെ തുടർന്ന് മുന്നോട്ട് പോയി. അതിൽ കോമഡി സ്റ്റാർ സീസൺ 3 വിന്നറാവാനുള്ളൊരു ഭാഗ്യം. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി കല വിട്ട ഞാൻ പോകുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ള സമയത്ത് എന്നെ ബുദ്ധിമുട്ടിച്ചില്ല, അതാണ് ഇങ്ങനെയൊക്കെ പറ്റും.